ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. പല്ലവിയും തനിക്ക് മധുരം വേണ്ടെന്ന് പറയുമ്പോൾ വിപിൻ പറയുകയാണ്, നീ എന്നു തൊട്ടാ ലഡ്ഡു വേണ്ടെന്ന് പറഞ്ഞു തുടങ്ങിയത്? ഇതിനു മുമ്പ് അങ്ങനെയല്ലായിരുന്നല്ലോ. വേണ്ട വിപിൻ, പല്ലവിയെ നിർബന്ധിക്കണ്ട. തുടർന്ന് വിശാൽ പറയുകയാണ്, അമ്മ മധുരം സ്വീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ അമ്മയുടെ പുനർജന്മമാണ് ഞങ്ങളുടെ കുഞ്ഞെന്ന ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ അമ്മ തന്നെ ഏറ്റുവാങ്ങണം. അമ്മയാകണം എൻ്റെ കുഞ്ഞിനെ ആദ്യം എടുക്കുന്നത് എന്നൊക്കെ വിശാല പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതി. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയാണ്. പ്രഭാവതി എങ്ങോട്ടേക്കോ പോകാൻ ഇറങ്ങുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ എന്തെങ്കിലും തരാമോ എന്ന് പ്രഭാവതിയോട് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന പ്രഭാവതി അയാൾക്ക് പണം കൊടുക്കുമ്പോൾ അയാള് പ്രഭാവതിയെ നോക്കി പൊട്ടിച്ചിരിക്കുകയാണ്. ആർക്ക് വേണം നിന്റെ ഈ പിച്ചക്കാശ്? നീ ഈ പണമൊക്കെ എങ്ങനെ സമ്പാദിച്ചെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. പണത്തിനു വേണ്ടി ആക്രാന്തം പിടിച്ച് നടക്കുന്നവളല്ലേ നീ. നിനക്ക് പണം വേണമെങ്കിൽ നീ എൻ്റെ ഒപ്പം വാ, നിനക്ക് ഞാൻ പിച്ച തരാമെന്ന് പറഞ്ഞ് അയാള് തൻ്റെ സഞ്ചിയിൽ നിന്നും പണമെടുത്ത് പ്രഭാവതിക്ക് നേരെ നീട്ടുകയാണ്. ഇതെല്ലാം കണ്ട് ഞെട്ടലോടെയും പേടിയോടെയും അയാളെ നോക്കുകയാണ് പ്രഭാവതി. തുടർന്ന് പ്രഭാവതി ദേഷ്യത്തോടെ പറയുകയാണ്, ചീ നിർത്തടാ, നിന്റെ പണമൊന്നും എനിക്ക് വേണ്ട. നീ ഭിക്ഷക്കാരനോ അതോ ഭ്രാന്തനോ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ്, നീ ഒരൊറ്റൊരുത്തി കാരണമാ ഞാൻ ഇങ്ങനെയൊക്കെ ആയത്. പക്ഷേ അതുകൊണ്ടെന്താ, എനിക്കൊരു സിദ്ധി കിട്ടി. ഇപ്പോൾ നടക്കുന്നതും നടക്കാൻ പോകുന്നതുമായ എല്ലാ കാര്യങ്ങളും എനിക്ക് പ്രവചിക്കാൻ സാധിക്കും. നിനക്ക് എന്തറിയാമെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ്, പ്രഭാവതി, നീ ചെയ്തതിൻ്റെയൊക്കെ ശിക്ഷ നിനക്ക് കിട്ടാൻ പോകുന്നു. അതിൻ്റെ വിത്ത് മുളച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് വലിയൊരു മരമായി വളരും. എന്നിട്ട് നിനക്കുള്ള ശിക്ഷയെല്ലാം അത് തരികയും ചെയ്യും. തുടർന്ന് അയാളെ സൂക്ഷിച്ചു നോക്കിയിട്ട് പ്രഭാവതി മനസ്സിൽ പറയുകയാണ്, ഇത് ഞാൻ അവിടെ ഓഫീസിൽ PA ആയി ജോലി ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് ഗുരുചരണല്ലേ? ഡാ, നീ ഗുരുചരണല്ലേ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ അപ്പം നിനക്ക് ആളെ മനസ്സിലായല്ലേ എന്ന് അയാൾ ചോദിക്കുന്നു. നീ ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ പ്രഭാവതി എന്ന് പറഞ്ഞ് ആ കാശ് പ്രഭാവതിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വിഷമത്തോടെ ഇരിക്കുന്ന വിശാലിനെയാണ്. എനിക്കറിയാം സാറിപ്പോൾ എന്താ ആലോചിക്കുന്നതെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അങ്ങോട്ടേക്ക് പോകണ്ടെന്ന്. എടോ, അങ്ങോട്ടേക്ക് പോയില്ലെങ്കിൽ പിന്നെ കാര്യങ്ങളെല്ലാം അവിടെയുള്ളവരെ എങ്ങനെ അറിയിക്കുന്നത്? വിനയ് എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി താൻ അതൊന്നും കാര്യമായിട്ടേ എടുക്കണ്ട. സാർ ഇനി എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും ശരി, ഇന്ന് നമ്മൾ അവിടെ അനുഭവിച്ചത് കടുത്ത അപമാനം തന്നെയാ. പക്ഷേ സാറിനും അത് മനസ്സിലായിട്ടും അമ്മയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാ സാർ അതെല്ലാം ഉള്ളിൽ ഒതുക്കുന്നതെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. അമ്മയെ സ്നേഹിക്കണ്ട എന്നൊന്നും ഞാൻ സാറിനോട് പറയില്ല. ദൈവമ ഇല്ലാതിരുന്നപ്പോൾ സാറിനെ സ്നേഹിച്ച് വളർത്തിയത് അമ്മ തന്നെയാണ്. പക്ഷേ അമ്മ അവസരത്തിനൊത്ത് പെരുമാറുന്നത് സാറൊന്ന് ശ്രദ്ധിക്കണം. എന്താണെങ്കിലും ഞാൻ ഗർഭിണിയായത് അമ്മയ്ക്കും വിനയ്ക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. പാർവതി, നീ അങ്ങനെ അരുതാത്തതൊന്നും ചിന്തിക്കണ്ട. ചിലപ്പോൾ വിനയ്ക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല, പക്ഷേ അമ്മ അതേപോലെയല്ല. ഇത് കേൾക്കുന്ന പാറു പറയുകയാണ്, ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. സാറ് ഒന്ന് ആലോചിച്ചു നോക്ക്, അപ്പോൾ സാറിനും മനസ്സിലാകും എന്ന് പറഞ്ഞുകൊണ്ട് പാറു അകത്തേക്ക് പോകുമ്പോൾ പാറു പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ആലോചിക്കുകയാണ് വിശാൽ. പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. പ്രഭാവതി റിയയോട് പറയുകയാണ്, മുൻകൂട്ടി നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം പാർവതിക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് വിശാലിനെ ഉപദ്രവിക്കുന്നത് വിട്ടിട്ട് നമ്മൾ പാർവതിയെ വേണം ഇനി അപായപ്പെടുത്താൻ ശ്രമിക്കാൻ. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഏത് വിധേനയും നമ്മൾ നശിപ്പിക്കണം. എന്തിനും ഏതിനും ആൻറ്റിക്ക് കൂട്ടായി ഞാനുണ്ടാകുമെന്ന് റിയ പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, അതെനിക്കറിയാം മോളെ. നീ കാരണമല്ലേ ഇപ്പോൾ ഈ സ്വത്തുക്കളെല്ലാം എൻ്റെ കയ്യിൽ വന്നിരിക്കുന്നത്. അതെല്ലാം ഞാൻ വിനയ്ക്ക് വേണ്ടി ആൻറ്റി ചെയ്തത്. വിനയ്ക്ക് വേണ്ടി എൻ്റെ ജീവൻ പണയം വെക്കാനും ഞാൻ തയ്യാറാണെന്ന് റിയ പറയുന്നു. എൻ്റെ മോളെ, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടത്തില്ല. നിനക്കും വിനയ്ക്കും ആദ്യത്തെ കുഞ്ഞുണ്ടാകുമ്പോൾ ഇവിടുത്തെ സ്വത്തിൻ്റെ പകുതിയും നിനക്കും വിനയ്ക്കും നിങ്ങളുടെ കുഞ്ഞിനുമായിരിക്കും. അതിന് ആൻറ്റി, നിയമപരമായിട്ട് ഞാൻ വിനയുടെ ഭാര്യയല്ലല്ലോ എന്ന് റിയ പറയുമ്പോൾ എത്രയും പെട്ടെന്ന് ഗാർഗിയെ ഞാൻ ഡിവോഴ്സ് ചെയ്യിപ്പിക്കുമെന്നും എന്നിട്ട് നിങ്ങളുടെ വിവാഹം ഞാൻ നടത്താമെന്നും പ്രഭാവതി പറയുന്നു. ഇത് കേൾക്കുന്ന റിയ സന്തോഷം അഭിനയിക്കുകയാണ്. തുടർന്ന് റിയ മനസ്സിൽ പറയുകയാണ്, പ്രഭാവതി, നിങ്ങളുടെ മകനെ കെട്ടാനും നിങ്ങളുടെ മകൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാനുമൊന്നും എന്നെ കിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഈ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റി ഞാൻ ഇവിടെ നിന്ന് പോയിട്ടുണ്ടാകും. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയാണ്. പ്രഭാവതി റിയയെ വിട്ട് പായസം വാങ്ങിപ്പിക്കുകയാണ്. മോളെ, ഞാൻ പറഞ്ഞ കടയിൽ നിന്ന് തന്നെയല്ലേ വാങ്ങിയതെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ അതേ എന്ന് റിയ പറയുന്നു. തുടർന്ന് ആ പായസം ഒന്ന് മണത്ത് നോക്കിയിട്ട് പ്രഭാവതി പറയുകയാണ്, കുറേ കാലം ഞാൻ ഉണ്ടാക്കിയ പായസമാണെന്ന് പറഞ്ഞ് ഇത് നൽകിയ ഞാൻ വിശാലിനെ പറ്റിച്ചത്. ഓഹോ, അപ്പോൾ ആൻറ്റി പണ്ട് തൊട്ടേ ഈ പണി തുടങ്ങിയതാണല്ലേ എന്ന് റിയ ചോദിക്കുമ്പോൾ അതെ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് പ്രഭാവതി. അതിനുശേഷം തൻ്റെ ഡ്രോയിൽ നിന്നും ഒരു വിഷത്തിന്റെ കുപ്പിയെടുത്ത് പ്രഭാവതി പറയുകയാണ്, ഇത് മാരക വിഷമാ.
ഇതുള്ളിൽ ചെന്നാലേ പാർവതിയുടെ ഗർഭവും കലങ്ങിക്കോളും, പാർവതിയും മരിച്ചോളും. അത്രയും പറഞ്ഞുകൊണ്ട് ആ വിഷം പായസത്തിൽ കലർത്തുകയാണ് പ്രഭാവതി. ഞാനിത് കലർത്തി ഈ പായസം വിശാലിന് കൊടുത്താലേ വിശാല് അവൻ്റെ അമ്മ ഉണ്ടാക്കിയ പായസം എന്ന് പറഞ്ഞ് അത് കഴിക്കും. കൂടാതെ പാർവതിക്കും കൊടുക്കും. അത്രയും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് പ്രഭാവതിയും റിയയും. പിന്നീട് കാണിക്കുന്നത് പാർവിന് കൊടുക്കാനായി പലഹാരങ്ങളെല്ലാം പെട്ടിയിലാക്കുന്ന ഗാർഗിയെയാണ്. അതേസമയം ഈ പായസം കൊണ്ട് പ്രഭാവതി ഗാർഗിയെ ഏൽപ്പിക്കുന്നു. തുടർന്ന് അങ്ങോട്ടേക്ക് വരുന്ന ഗോപി പറയുകയാണ്, മോളെ ഗാർഗി, ഈ പലഹാരങ്ങൾ മാത്രം നീ കൊണ്ട് കൊടുത്താൽ മതി, അല്ലാതെ ഈ പായസം നീ കൊടുക്കണ്ട. അതെന്താ ഗോപിയേട്ടാ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ ഗോപി പറയുകയാണ്, അല്ല, അവൾക്ക് വിശേഷമുണ്ടെന്ന് പറയാനായി അവരിവിടെ വന്നപ്പോൾ നിനക്ക് ലഡ്ഡു തന്നില്ലേ? അപ്പോൾ നിന്റെ മകൻ എന്താ പറഞ്ഞത്? അത് വൃത്തിയില്ലെന്ന്. നീയോ നിന്റെ മകനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മിണ്ടാതെ നിൽക്കുകയും ചെയ്തു. അതുകൊണ്ടേ എൻ്റെ മകന് നിന്റെ പായസം വേണ്ട. ഇത് കേൾക്കുന്ന പ്രഭാവതി അമ്പരപ്പോടെ ഗോപിനാഥിനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ്